ഇത് തന്നെ ബഹുമാനോട് MP ഷാഫി പറമ്പിൽ സംസാരിച്ചപ്പോഴും ശ്രീ സുനിൽ പറഞ്ഞു. അതേ ഭാഗത്തു നിന്നാണ് സ്ഫോടക വസ്തു വന്നത് കൂടിയുള്ളതും ഞാൻ പറയുന്നു. പേരാമ്പ്രയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ വിഷ്വൽ പുറത്തുവിട്ട മാധ്യമ സമ്മേളനത്തിലൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അന്ന് സംഘർഷത്തിന് അന്തരീക്ഷം നിൽക്കുമ്പോൾ പ്രകടനത്തിൽ കുറച്ച് മുന്നോട്ട് പോകണം എന്നൊരു റിക്വസ്റ്റ് ആദ്യം പേരാമ്പ്ര DYSP സുനിൽ മുമ്പിൽ വെക്കുന്നത് ഞാനാണ്. എന്നോട് അദ്ദേഹം പറയുന്നത് 50ഓളം CPM പ്രവർത്തകർ ആയുധങ്ങളുമായി തൊട്ടപ്പുറം നിൽക്കുന്നുണ്ട്. അവിടെ പോയാൽ നിങ്ങൾക്ക് പരിക്കേൽക്കും, സംഘർഷയുടെ കലാപുണ്ടാവും, അങ്ങോട്ട് പോരുന്നതാണ്. ഇത് തന്നെ ബഹുമാനോട് MP ഷാഫി പറമ്പിൽ സംസാരിച്ചപ്പോഴും ശ്രീ സുനിൽ പറഞ്ഞു. അതേ ഭാഗത്തു നിന്നാണ് സ്ഫോടക വസ്തു വന്നത് കൂടിയുള്ളതും ഞാൻ പറയുന്നു. എന്ന് ഞാൻ പറയുന്നില്ല, അതേ ഭാഗത്തു നിന്നാണ് DYSP ചൂണ്ടിക്കാണിച്ച പോലീസ് നിൽക്കുന്ന CPMകാർ ആയുധങ്ങളുമായി നിൽക്കുന്നു പറഞ്ഞ ഭാഗത്ത്, പോലീസ് എന്ന ഭാഗത്തു നിന്നാണ് ഈ സ്ഫോടക വസ്തു വന്നത്. ഇന്നലെ പ്രവീണേട്ടൻ പറഞ്ഞത് സ്ഫോടക വസ്തു വന്നത് പോലീസാണ്. അതെ, അതിന് ഞാനും പറഞ്ഞിപ്പോ എന്ന് പറഞ്ഞില്ല. അത് ഞാൻ പറഞ്ഞില്ലല്ലോ. അതായത് ഇത് ചൂണ്ടിക്കാണിക്കേണ്ടി മാത്രമാണ്. പോലീസ് തന്നെ ആള് പറഞ്ഞത് തന്നെയാണല്ലോ. പക്ഷേ സുനിൽ DYSP പറഞ്ഞ കാര്യം കൂടി ഇതിൽ കൂട്ടി വായിക്കേണ്ടതുണ്ട്, അത്രയേ ഉള്ളൂ. ഞാൻ CPM പറഞ്ഞിട്ടില്ല. അതായത് പോലീസ് CPMകാർ ആയുധങ്ങളുമായി അപ്പുറം നിൽക്കണമെന്ന് എന്നോടും MP യോടും സുനിൽ DYSP പറഞ്ഞ കാര്യം കൂടി കൂട്ടി വായിക്കണമെന്ന് മാത്രം. നിങ്ങളുടെ പ്രവർത്തകർ നിന്ന സ്ഥലത്ത് ഒരു നുഴഞ്ഞു കയറാൻ സാധ്യതയുണ്ടോ? പോലീസിന്റെ ഭാഗത്തു നിന്നാണ് സ്ഫോടക വസ്തു വന്നിരിക്കുന്നത്. അതിന് തൊട്ട് പിന്നിൽ CPM പ്രവർത്തകർ ഉണ്ടായിരുന്നു. ആ ഭാഗത്തു നിന്നാണ് സ്ഫോടക വസ്തു വന്ന് പൊട്ടിയെന്നാണ് നിങ്ങൾ പറയുന്നത്. 100%.